നമ്മൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലേക്കാണ് വരുന്നത്. ഈ 4-ാം വാർഡിലേക്ക് നമ്മൾ വരുമ്പോൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള, അല്ലെങ്കിൽ വെളിയങ്കോട് പഞ്ചായത്തിൽ എന്ന് മാത്രമല്ല പൊന്നാനി മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാവരും, UDFും അല്ലെങ്കിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വാർഡ് കൂടി 4-ാം വാർഡായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഒരു പ്രത്യേകത അവിടെ റിയാസ് പഴഞ്ഞി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റിയാസ് പഴഞ്ഞി അവിടെ സ്ഥാനാർത്ഥി, അത് റിയാസ് പഴഞ്ഞി അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ് ആ ഒരു വാർഡിനെ ശ്രദ്ധേയമാക്കുന്നത്. കാരണം നമുക്കറിയാം, ആ വാർഡ് 4-ാം വാർഡ് മുൻകാലങ്ങളിൽ LDFന്റെ ഒരു എന്താ പറയുക, LDF മാത്രം ജയിച്ചു വരുന്ന ഒരു വാർഡായിരുന്നു. CPIയുടെ കയ്യിലായിരുന്നു ആ വാർഡ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ CPMന്റെ കയ്യിലാണ് ആ വാർഡ്. ആ വാർഡിൽ ആദ്യമായിട്ടാണ് ഒരു UDF അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ ജനപ്രതിനിധി ഉണ്ടാവുന്നത് റിയാസ് പഴഞ്ഞിലൂടെയാണ്. അപ്പോൾ ഈ 2015 റിയാസ് അവിടെ വിജയിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് കോൺഗ്രസ് ടിക്കറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടാണ് ജയിക്കുന്നത്. അത് അങ്ങനെ വിജയിച്ചതിന് ശേഷം പിന്നീട് അവിടെ റസലത്ത് സക്കീർ 2020 മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് റസലത്ത് സക്കീർ അവിടെ വിജയിക്കുന്നു. അപ്പോൾ റസലത്ത് സക്കീർ നേരത്തെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. റിയാസ് അവിടുന്ന് പഴഞ്ഞിയുടെ വാർഡിന്റെ ജനപ്രതിനിധിയായ ആ ഒരു സമയത്തിന്റെ അവസാന ഘട്ടത്തിലാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയത്. നിലവിൽ ഇപ്പോൾ മത്സരിക്കുന്നത് റസലത്ത് സക്കീറും റിയാസ് പഴഞ്ഞിയുമാണ്. അതാണ് ആ ഒരു വാർഡിന്റെ മത്സരം കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. റസലത്ത് സക്കീർ നേരത്തെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് അംഗവും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. എങ്കിൽ പോലും വെളിയങ്കോട് പഴഞ്ഞിയുമായിട്ട് റസലത്ത് സക്കീറിനുള്ള ബന്ധം, റിയാസ് പഴഞ്ഞി ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഗ്രാമ സേവാ കേന്ദ്രത്തിൻ്റെ ഒരു സ്റ്റാഫായിട്ട് അവിടെ വരുന്നു. പിന്നീട് അവിടുത്തെ വെളിയങ്കോട് പഴഞ്ഞിയുമായിട്ട് അവിടെയുള്ള ജനങ്ങളുമായിട്ട് വാർഡ് മെമ്പറുടെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങളിലും പഞ്ചായത്തുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ദൈനംദിന ഇടപെടലുകൾ നടത്തുകയും അങ്ങനെ അവിടെ പഴഞ്ഞിയിലെ ഒരു പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരാളായിട്ട് റസലത്ത് മാറുകയുമാണ് ഉണ്ടായത്. അത് പിന്നീട് റസലത്ത് 2020 അവിടെ മത്സരിക്കുന്ന സമയത്ത് റസലത്തിന് വേണ്ടി നേതൃത്വം നൽകിയത്, ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് റിയാസ് പഴഞ്ഞിയാണ്. റിയാസ് പഴഞ്ഞിയുടെ നേതൃത്വത്തിലാണ് റസലത്ത് അവിടെ റിയാസിനേക്കാളും ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കാനായത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥിയാവുകയും, അല്ലെങ്കിൽ 2 തവണ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിന് നേതൃത്വം നൽകുകയും ആ വാർഡ് കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി നിലനിർത്തുകയും ചെയ്ത ഒരാൾ LDFന്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ പ്രത്യേകത. കാരണം 2022 കാലഘട്ടത്തിലാണ് കോൺഗ്രസുമായിട്ട് കോൺഗ്രസിലെ ചില പോരായ്മകൾ കൊണ്ട്, അല്ലെങ്കിൽ റിയാസ് ഉയർത്തിയ ചില കാരണങ്ങൾ കൊണ്ട് റിയാസ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും CPMുമായി ചേരുകയും ഇപ്പം നിലവിൽ CPMന്റെ പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗമായിട്ടും അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ ഉപാധ്യക്ഷനുമായിട്ടൊക്കെ പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്ര അവിടെ മത്സരിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ UDFന്റെ അവിടെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ റസലത്ത് സക്കീറുമാണ്. ആ ഒരു പ്രത്യേകതയാണ് ആ വാർഡിന്റെ മത്സരത്തെ വളരെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ വാർഡ് നിലനിർത്തുക എന്നത് അവരുടെ കോൺഗ്രസിന്റെ ജീവൻ മരണ പോരാട്ടം. സമാനമായി റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസ് കോൺഗ്രസിൽ നിന്ന് CPMലെത്തിയതിനു ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ റിയാസ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ റിയാസിന്റെ തന്നെ ഒരു രാഷ്ട്രീയ ഭാവി, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. കാരണം സ്വാഭാവികമായിട്ട് ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളത് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. ആ ഒരു രീതിയിൽ പ്രത്യേകിച്ച് റിയാസും റസലത്ത് സക്കീറും വെളിയങ്കോട് പഴഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം ആ പഴഞ്ഞിക്കാർക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. രണ്ടുപേരും
വെളിയങ്കോട് പഴഞ്ഞിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതിൽ ഒട്ടും തർക്കമില്ലാത്ത കാര്യം. അങ്ങനെയുള്ള രണ്ട് പ്രിയപ്പെട്ടവർ തമ്മിൽ മത്സരിക്കുമ്പോൾ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക എന്നുള്ളത് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ശക്തമായ രീതിയിലുള്ള മത്സരം തന്നെയാണ്. അവിടെ നിലവിലെ 4-ാം വാർഡിൻ്റെ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ ആ വാർഡിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ LDFന് അല്ലെങ്കിൽ CPMന് ഒരു മെജോറിറ്റി ഉള്ള ഒരു വാർഡ് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും മുൻകാലങ്ങളിലും LDFന് മെജോറിറ്റി അല്ലെങ്കിൽ LDFന് ഒരു മേൽക്കോയ്മ ഉണ്ടാവുന്ന വാർഡ് തന്നെയായിരുന്നു. അപ്പോഴെല്ലാം ഇപ്പോൾ കഴിഞ്ഞ തവണയായാലും മുമ്പ് റിയാസ് ജയിച്ച സമയത്തായാലും അവിടെ UDFന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിലവിലെ സാഹചര്യം ഇപ്പോൾ 5-ാം വാർഡിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഭാഗം 4-ാം വാർഡിലേക്ക് കയറി വന്നിട്ടുണ്ട്. 4-ാം വാർഡിൻ്റെ വലിയൊരു ഭാഗം 14-ാം വാർഡിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇതുണ്ട്. ഈ 14-ാം വാർഡിലേക്ക് പോയിട്ടുള്ളത് UDFന് സ്വാധീനമുള്ള കുറേ മേഖല ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ 5-ാം വാർഡിൽ നിന്ന് ഈ 4-ാം വാർഡിലേക്ക് കയറി വന്നത് LDFന് ഒരു സ്വാധീനമുള്ള, അത് അത്ര വലിയ സ്വാധീനം എന്നല്ല പറയുന്നത്, ഒരു 100 അടുത്തൊക്കെ വോട്ട് പ്രതീക്ഷിക്കുന്ന, അതിൽ ഒരു 70 അല്ലെങ്കിൽ 75 വോട്ടുകൾ LDFന് തന്നെ അല്ലെങ്കിൽ CPMന് എന്ന് പറയാവുന്ന രീതിയിലുള്ള വോട്ടുകളും ബാക്കി UDFന് കാണാവുന്ന വോട്ടുകളുമാണ് ആ ഒരു 5-ാം വാർഡിൽ നിന്ന് പുതിയതായിട്ട് 4-ാം വാർഡിലേക്ക് കയറി വന്നതിൽ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു വാർഡ്, ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യതയാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം അവർ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ UDFും ഒട്ടും പുറകിലല്ലാത്ത രീതിയിൽ വളരെ ചടുലമായ രീതിയിൽ തന്നെ ആ വാർഡിനകത്ത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടുപേർക്കും അഭിമാന പോരാട്ടമാണ്. റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസിൻ്റെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലൈഫിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു മത്സരം കൂടിയാണ്. സമാനമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ആ വാർഡ് നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ അത്തരം വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല പൊന്നാനിക്കകത്ത് തന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു വാർഡ് തന്നെയാണ്. എന്തായാലും ആ വാർഡിലെ റിസൾട്ട് നമുക്ക് 13-ാം തീയതി തന്നെ അറിയാവുന്ന ഒരു രീതിയിലേക്കാണ് ആ മത്സരം അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രചരണവും മത്സരവും ഒക്കെ കടുത്ത രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് ഒരു രീതിയിൽ നമുക്ക് പറയാനാവാത്ത വിധം അവിടെ വളരെ ശക്തമായ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം ഈ 4-ാം വാർഡിൽ ഇപ്പോൾ ഈ 2 LDFും UDFും മത്സര രംഗത്ത് വളരെ ശക്തമായ രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ അവിടെ SDP സ്ഥാനാർത്ഥി ഒരു നിർണായക സ്ഥാനാർത്ഥിയാണ്. അല്ലെങ്കിൽ ഈ LDFൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒക്കെ വിധി നിർണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായിട്ട് നിൽക്കുന്നത് SDP ഒരു സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം അവിടെ BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. SDP സംബന്ധിച്ചിടത്തോളം SDP ജില്ലാ പ്രസിഡന്റിൻ്റെ വാർഡ് കൂടിയാണ് എന്നുള്ളത് ഒരു പ്രത്യേകത 4-ാം വാർഡിനുണ്ട്. അപ്പോൾ അവിടെ വോട്ട് കൂട്ടുക അല്ലെങ്കിൽ അവിടെ അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിജയം എന്നുള്ളത് എന്തായാലും 4-ാം വാർഡിനകത്ത് SDP അങ്ങനെ ഒരു വിജയിച്ച് കയറാനാവുമെന്ന് എന്തായാലും തോന്നുന്നില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്കിൽ പോലും ഈ 2 മുന്നണികളുടെ വിജയത്തിന് SDP സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിജയ സാധ്യതകളെ സ്വാധീനിക്കാനുള്ള ഒരു ശേഷി ആ സ്ഥാനാർത്ഥിക്കുണ്ട്. ഹാരിസ് പഴഞ്ഞിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. ഹാരിസിനുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ SDP പ്രവർത്തകർക്കുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ SDP ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവരുടെ വാർഡ് ഉൾപ്പെടുന്ന ഒരു വാർഡായതുകൊണ്ട് അവരത്രയും ശക്തമായ രീതിയിലുള്ള പ്രചരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ സാന്നിധ്യവും ആ വാർഡിനകത്തുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.